അതെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പഴങ്ങളിലൊന്ന് അതാണ് അവക്കാഡോ. ഒരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് അവർ കഴിക്കുന്ന ഓരോ ഫുഡിലെയും പ്രോട്ടീൻസും മിനറൽ കണ്ടൻസും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അത്തരത്തിലൊരു പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവക്കാഡോ ഷേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ ഫ്രൂട്ട് സ്റ്റോളുകളിൽ നിന്നോ നമ്മൾ അവക്കാഡോ വാങ്ങിക്കുന്ന സമയത്ത് കടും പച്ച നിറത്തിലായിരിക്കും അവക്കാഡോ ഉണ്ടാവുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ കളർ മാറി ബ്ലാക്ക് കളറായിട്ടുണ്ടാവും. അത്തരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവക്കാഡോ ആണ് നമ്മൾ നമ്മുടെ ഷേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. പലർക്കും അവക്കാഡോ ഫെമിലിയർ ആയിരിക്കും. പക്ഷേ അവക്കാഡോ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. നമ്മൾ ഇതിനകത്ത് ഒരു വലിയൊരു കുരു ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിനി സ്കൂപ്പ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനകത്തുള്ള കുരു മാറ്റിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഐസ്ക്രീമിനൊക്കെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത് പോലെ സ്പൂണ് കൊണ്ട് പതുക്കെ സ്കൂപ്പ് ചെയ്ത് നമ്മളിത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഈ ഒരു ഭാഗം കേടുണ്ട്, അപ്പം ഞാനത് ആ ഒരു ഭാഗം മാറ്റിയിട്ടാണ് ബാക്കി ഉപയോഗിക്കുന്നത്. ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും, അപ്പോൾ കുഴപ്പമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ സ്കൂപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ബാക്കി കാണുന്നത് ഇതിൻ്റെ സ്കിന്ന് മാത്രമാണ്. ആ ഒരു പോർഷൻ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു വയലറ്റ് കളറിലുള്ള ഇങ്ങനെ ലൈൻസ് പോലെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഇത് കേടായതൊന്നുമല്ല. വളരെ ചെറിയ മിക്സിയിലായിരുന്നു ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ സ്പേസ് ഒട്ടും പോരാത്തതുകൊണ്ട് ഞാനൊരു വലിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് എടുക്കുന്നത്. പച്ചപ്പാൽ തന്നെയാണ്, അതായത് പാക്കറ്റ് പാൽ തന്നെയാണ് എടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പാക്കറ്റ് പാൽ ഉപയോഗിക്കാൻ താല്പര്യമില്ല, നമ്മളിപ്പോൾ നാടൻ പാലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തിളപ്പിച്ചിട്ട് എടുക്കണം. കാരണം അത് പാസ്ചറൈസ്ഡ് അല്ല, അതുകൊണ്ട് തിളപ്പിച്ച് തണുത്ത ശേഷം എടുക്കാം. ഇനി പാൽ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ക്യൂബ്സ് ആക്കിയിട്ട് മിൽക്കിൻ്റെ ക്യൂബായിട്ടും ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് പഞ്ചസാര ഉപയോഗിക്കാം. പഞ്ചസാര ഉപയോഗിക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു അവക്കാഡോ ഷേക്കാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ മധുരം ഇല്ലാതെയാണ് ഷേക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മധുരം ഇടാതെ തന്നെ ഇതിനകത്ത് ഉണ്ടാക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ ഓൾറെഡി പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവക്കാഡോൻ്റെ ഒരു ചെറുതായിട്ടുള്ളൊരു കയ്പ്പ് ടേസ്റ്റ് നമുക്ക് ആ പാല് ചേർക്കുന്നതിലൂടെ തന്നെ മാറി കിട്ടുന്നതായിരിക്കും. 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് തേന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയം മധുരമാണ് വേണ്ടതെങ്കിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. ഞാൻ പലപ്പോഴും പറഞ്ഞു ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കരുത്. കാരണം ഇതിൻ്റെ ചില ഭാഗങ്ങൾ കട്ടിയായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്തായിരിക്കും അത് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലപോലെ സമയമെടുത്ത് എല്ലാ ഭാഗവും ഒരുപോലെ ബ്ലെൻഡായി വരുന്നത് വരെ നമ്മളിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം.
പലപ്പോഴും നമ്മൾ സ്പൂണും കരണ്ടിയും എല്ലാം ഇട്ട് മിക്സിയിലേക്ക് ഇട്ട് ഇളക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്ലേഡിന് അത് കംപ്ലൈൻ്റ് ആണ് ആക്ച്വലി. അതിന് പകരം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്ന സ്പൂണുകളാണ് ഉപയോഗിക്കേണ്ടത്. അതായത് പ്ലാസ്റ്റിക് സ്പൂൺസ് ആണ് അതിൻ്റെ ബ്ലേഡിന് കുറച്ചുകൂടി കംഫർട്ട് ആയിട്ടുള്ളത്. നമ്മൾ അവക്കാഡോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പോമഗ്രാനറ്റ് ആണ്. നമുക്കിതിന് പകരം ആൽമണ്ട്സോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ പൊടിച്ചതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ 4 ടേബിൾ സ്പൂണാണ് തേൻ ഒഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ട് ഇതിനകത്ത്. ഇതിന് പകരം നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് കഴിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. നമ്മൾ പണ്ടൊക്കെ പഫ്സിൻ്റെ കൂടെയൊക്കെ ആ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഇപ്പോഴും എൻ്റെ അനിയത്തിക്ക് അതും ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ഇഷ്ടമാവണം എന്നില്ല. കാരണം അവക്കാഡോയ്ക്ക് ഒരു ചെറുതായിട്ടുള്ളൊരു കയ്പ്പ് രസമുണ്ട്. നമ്മളിത് വളരെ ന്യൂട്രീഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഞാൻ പല ഫുഡും അങ്ങനെ കഴിക്കാറുണ്ട്. അതായത് എനിക്ക് ഈ ഉണക്കമുന്തിരിയൊന്നും ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഉണക്കമുന്തിരിയൊക്കെ കഴിക്കുന്നത്. അതുപോലെ തന്നെ അവക്കാഡോ ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് അതിൻ്റെ ഒരു കയ്പ്പ് ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. നമ്മളത് വീണ്ടും വീണ്ടും കഴിച്ചു കഴിയുന്ന സമയത്ത് ഇഷ്ടമാവും. അതുപോലെ തന്നെ നമ്മൾ ടൈറ്റിലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഫ്രൂട്ടാണെന്ന്. അതെ, 1 കപ്പ് അവക്കാഡോയിൽ 4 ഗ്രാമാണ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.